ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 1 kg തൂക്കം വരുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ 60 ml പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 8 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് 3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 125 ഗ്രാം മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടാണിത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കും തയ്യാറായിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 125 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ കൂട്ട് 1 മിനിറ്റോളം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത പഞ്ചസാര കുറച്ച് വലിയ തരിയുള്ള പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 4-5 ഡ്രോപ്സ് അമേരിക്കൻ ഐസ്ക്രീം എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു എസൻസ് ചേർത്തിട്ട് കേക്ക് തയ്യാറാക്കി ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് മിൽക്ക് എസൻസും ബട്ടർ എസൻസും ആണ് ചേർക്കാറ്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഈ ഒരു എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തിക്കായിട്ട് വരുന്നത് വരെ അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം പിടിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ ബട്ടർ മിൽക്കിൻ്റെ മിക്സിലേക്ക് 2 ടീസ്പൂൺ ഗ്രീൻ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടവിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് ആ ബട്ടർ മിൽക്കിൻ്റെ മിക്സും കൂടി കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഈ ബട്ടർ മിൽക്കിൻ്റെ മിക്സിലേക്ക് ഞാൻ കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ലായിടത്തോട്ടും പെട്ടെന്നായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരും. ഇപ്പോൾ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതിപ്പോൾ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഡെക്കറേഷനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വിവോ നോൺ ഡയറി വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് ബേസിൻ്റെ മീതേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ വെൽവെറ്റ് കേക്കിന് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കണം കേട്ടോ, കുറച്ചും കൂടി നല്ലത്. ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്താൽ ഇത്രയും ഡാർക്ക് കിട്ടില്ല. സാധാരണ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ ആയിരിക്കും യൂസ് ചെയ്യണേ. പക്ഷേ ഈ ഗ്രീൻ വെൽവെറ്റിന് ഡാർക്കാണ് നല്ലത്. ഷുഗർ സിറപ്പ് എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം വെച്ചിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ക്വയർ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് കുറച്ചൊരു പാടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐസിങ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ക്രീം ഇതുപോലെ മുകളിലൊന്ന് ലെയർ ചെയ്തതിന് ശേഷം സൈഡിൽ വരുന്ന ക്രീം ഞാൻ അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ചും കൂടി നമുക്ക് ക്ലീൻഡ് ആയിട്ടുള്ള ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
ഈ സ്ക്വയർ കേക്ക് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ നല്ല കൂർത്ത എഡ്ജസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിലും സൈഡിലൊക്കെ കുറച്ച് ക്രീം കൂടുതലായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ വരുന്ന ക്രീമൊക്കെ എക്സ്ട്രാ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കാം. കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഒന്ന് ക്രീം വടിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്പാറ്റില തുടച്ചതിന് ശേഷം വേണം അടുത്ത പ്രാവശ്യം വടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഐസിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ക്രംസ് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ടൊന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു റബ്ബർ സ്പാറ്റിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ എല്ലായിടത്തോട്ടും ഒരേപോലെ ആവുന്ന രീതിയിൽ കോട്ടായിട്ട് വന്നോളും. ഈ 4 സൈഡും ഞാനൊന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് 1 kg തൂക്കം വരുന്നൊരു കേക്കാണ്. 110 ഗ്രാമോളം ഈ കേക്കിൻ്റെ ബേസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് 1 kg തൂക്കം വരുന്നൊരു കേക്കാണിത്. ഈ കേക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്